ഹായ് ഓൾ. ഇന്നത്തെ ഈ സെഷനിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കേരള PSCയിൽ ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്ത് ഈ ഒരു കാറ്റഗറി നമ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചതെന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ഇൻ റിലേഷൻ ടു ബർമോൾസ് മോഡൽ? നോക്കാം. മുമ്പേ മില്ലറോർ മോഡലാണ് സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചത്. അതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ചോദിച്ചാണ് ബർമോൾസ് മോഡലായിട്ട് കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ്. ഓപ്ഷൻ എ, ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റർമിൻ എ ഫേംസ് ഒപ്റ്റിമം ക്യാഷ് ബാലൻസ്. ഓപ്ഷൻ ബി, ഇറ്റ് അസ്യൂംസ് ദാറ്റ് ക്യാഷ് പേയ്മെൻറ്റ് ഓഫ് ദി ഫേം occur uniformly over a period of time. Option C, as per this model, cash and inventory management problems are one and the same. Option D, all of the above. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോവ്. തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ബർമോൾസ് മോഡലുമായി റിലേറ്റ് ചെയ്തതാണ്. നോക്കാം. ഫസ്റ്റ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റർമിൻ എ ഫേംസ് ഒപ്റ്റിമം ക്യാഷ് ബാലൻസ്. അപ്പോൾ ക്യാഷ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് ബാലൻസ് ഒപ്റ്റിമമായി നിലനിർത്താൻ പറ്റിയ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോഡലാണ്. അത് കറക്റ്റാണ്. ക്യാഷ് മാനേജ്മെൻറ്റ് മോഡലായിട്ടാണ് ബർമോൾസ് മോഡൽ അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി, ഇറ്റ് അസ്യൂംസ് ദാറ്റ് ക്യാഷ് പേയ്മെൻറ്റ് ഓഫ് ദി ഫേം occur യൂണിഫോംലി ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇവിടെ എന്താ പറയുന്നത്, ക്യാഷ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് പേയ്മെൻറ്റ് ഒരു ഫേമിലുണ്ടാകുന്ന ക്യാഷ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് യൂണിഫോമായിട്ട് ഒരു പീരീഡ് ഓഫ് ടൈമിലായിട്ട് ഒരേപോലെ നടക്കുന്നു എന്നാണ്. എന്നാൽ മില്ലറോർ മോഡൽ നമ്മൾ എന്താ പറയുന്നത്, റാൻഡം ആയിട്ടാണ്. എന്നാൽ ബർമോൾസ് മോഡൽ പറയുന്നത് യൂണിഫോം ആയിട്ടാണ്. അത് കറക്റ്റാണ്. അപ്പം ഈ യൂണിഫോമായിട്ട് നടക്കും എന്ന് പറഞ്ഞുള്ള ബർമോൾ മോഡലിൻ്റെ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാനാണെന്ത് നമ്മുടെ മില്ലറോർ മോഡൽ പറയുന്നത്. ഓക്കെ. ഓപ്ഷൻ സി പറയുന്നത്, ആസ് പെർ ദിസ് മോഡൽ ക്യാഷ് ആൻഡ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് ആർ വൺ ആൻഡ് ദി സെയിം. ഇവിടെ പറഞ്ഞ ഈ ഒരു മോഡൽ തന്നെ ക്യാഷും അതേപോലെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് യൂസ് ചെയ്യാമെന്ന്, അതും കറക്റ്റായി ബർമോൾ മോഡൽ പ്രകാരം എന്താണ് കറക്റ്റാണ്. ദെൻ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്. അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ്. ഇനി നോക്കാം ബർമോൾസ് മോഡൽ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വില്യം ജെ ബർമോൾസ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി മോഡൽ, EOQ മോഡൽ എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷനിൽ വായിച്ചായിരുന്നു അല്ലേ, ക്യാഷ് ആൻഡ് ഇൻവെൻട്രിക്കും രണ്ടിനും സെയിം ആയിട്ട് ഇത് യൂസ് ചെയ്യുമെന്ന് പറയുന്നത്. ഇതിങ്ങനെയാണ് അറിയപ്പെടുന്നത്. വില്യം ജെ ബർമോൾസ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി മോഡൽ 1952 ഇത് വന്നത്. അക്കോർഡിംഗ് ടു ദിസ് മോഡൽ, ഒപ്റ്റിമം ക്യാഷ് ലെവൽ ഈസ് ദാറ്റ് ലെവൽ ഓഫ് ക്യാഷ് ഫോർ ദ ക്യാരിയിങ് കോസ്റ്റ് ആൻഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ആർ ദി മിനിമം. ഈ ഒരു മോഡൽ പറയുന്നത് എന്താണ്, ഒപ്റ്റിമം ക്യാഷ് ലെവൽ എന്ന് പറയുന്നത് ഏത് ലെവലാണ്, ക്യാരിയിങ് കോസ്റ്റും ട്രാൻസാക്ഷൻ കോസ്റ്റും മിനിമം ആകുന്ന ലെവലാണ്. അതായത് ഒരു ഫേമിൻ്റെ ഒപ്റ്റിമം ക്യാഷ് ലെവൽ എന്ന് പറയുന്നത് അവരുടെ ക്യാരിയിങ് കോസ്റ്റും ട്രാൻസാക്ഷൻ കോസ്റ്റും മിനിമം ആവുന്ന ലെവൽ, അതാണ് അവരുടെ ഒപ്റ്റിമം ക്യാഷ് ലെവൽ എന്ന് പറയുന്നത്. ദ ഫോർമുല ഫോർ ഡിറ്റർമിൻ ഒപ്റ്റിമം ക്യാഷ് ബാലൻസ്, ആ ഫോർമുല നോക്കാം, √2u × P ഓൾ ഡിവൈഡ് ബൈ S ആണ്. അതായത് നമ്മുടെ EOQ കാൽക്കുലേറ്റ് ചെയ്യുന്ന അതേ ഇക്വേഷൻ. ഇവിടെ C എന്ന് പറയുന്ന ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് എന്നും, U ആനുവൽ ക്യാഷ് ഡിസ്പേഴ്സ്മെൻറ്റ്, P ഫിക്സഡ് കോസ്റ്റ് പെർ ട്രാൻസാക്ഷൻ, S ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പെർ റുപ്പി പെർ ആനം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് 1 റുപ്പി പെർ ആനമാണ്, അല്ലെങ്കിൽ പെർ മന്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ ഇക്വേഷൻ വെച്ചാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇതിൻ്റെ പിക്ചറുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക. അവിടെ കണ്ടില്ലേ ടോട്ടൽ കോസ്റ്റിൻ്റെ ലൈൻ കണ്ടോ? ഈ ടോട്ടൽ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് ലെവൽ എത്തുമ്പോഴാണെന്ത്, അവിടെയാണ് ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് ഉണ്ടാവുന്നത്. നോക്കുക, the optimum cash balance according to this model will be that point where those costs are minimum. ആ രണ്ട് കോസ്റ്റും മിനിമം ആവുക. അതായത് ടോട്ടൽ കോസ്റ്റും നമ്മുടെ ട്രാൻസാക്ഷൻ കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും മിനിമം ആകുന്ന ആ പോയിൻ്റാണെന്ത്, ടോട്ടൽ കോസ്റ്റ്. ആ കോസ്റ്റ് എപ്പോഴാണ് മിനിമം, അതിനെയാണെന്ത് നമ്മുടെ ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ദിസ് ക്യാൻ ബി എക്സ്പ്ലെയിൻ വിത്ത് ദ ഫോളോയിങ് ഡയഗ്രാം. ആ ഡയഗ്രാമത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് അസംഷൻസിൻ്റെ ബേസ്ഡാണെന്ത് ഈ ബർമോൾസ് മോഡൽ പറയുന്നത് നോക്കാം. ക്യാഷ് നീഡ്സ് ഓഫ് ദ ഫേം ആർ നോൺ വിത്ത് സെർട്ടനിറ്റി. നമുക്ക് ക്യാഷിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്
സെർട്ടൻ ആയിട്ട് അറിയാൻ പറ്റും. അത് നാളെ എത്ര രൂപ വേണം അല്ലെങ്കിൽ ഇന്നിനി എത്ര രൂപ വേണമെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റുമെന്നാണെന്ത് ഈ ഒരു മോഡൽ പ്രകാരം പറയുന്നത്. അത് ഇതിൻ്റെ ഒരു അസംഷനാണ്. നെക്സ്റ്റ് പറയുന്നത് ദ ക്യാഷ് ഈസ് യൂസ്ഡ് യൂണിഫോംലി ഓവർ എ പീരീഡ് ഓഫ് ടൈം ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ വിത്ത് സെർട്ടനിറ്റി. ഒരു പീരീഡ് ഓഫ് ടൈമിലായിട്ട് ഒരു ഫേമിന് ആവശ്യമുള്ള ക്യാഷ് എന്ന് പറഞ്ഞ യൂണിഫോമാണ്, ഒരേപോലെയാണ്, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് അറിയാനും പറ്റുമെന്നാണെന്ത് ഈ ഒരു മോഡൽ പ്രകാരം പറയുന്നത്. തേർഡ് പറയുന്നത് ദ ഹോൾഡിംഗ് കോസ്റ്റ് ഈസ് നോൺ ആൻഡ് ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. ഹോൾഡിംഗ് കോസ്റ്റ് എന്താണ് നമുക്കറിയും, അത് കോൺസ്റ്റൻറ്റും ആയിരിക്കണം. അത് നമ്മൾ രണ്ട് കോസ്റ്റ് ഉണ്ട്, ഹോൾഡിംഗ് കോസ്റ്റ് ഉണ്ട്, ട്രാൻസാക്ഷൻ കോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത് രണ്ടും നമുക്കറിയും, അതേപോലെ അത് കോൺസ്റ്റൻറ്റുമാണ്. അതാണ് അടുത്ത അസംഷനും അത് തന്നെയാണ്. അപ്പോൾ ഇത്രയും അസംഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബൗമോൾസ് മോഡൽ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്ലോട്ട് മാനേജ്മെൻറ്റ് ഈസ് റിലേറ്റഡ് ടു. ഫ്ലോട്ട് മാനേജ്മെൻറ്റ് എന്തുമായി റിലേറ്റ് ചെയ്യുന്നു എന്നാണ്. ഓപ്ഷൻ എ ക്യാഷ്, ഓപ്ഷൻ ബി ഗുഡ് വിൽ, ഓപ്ഷൻ സി ഇൻവെൻറ്ററി, ഓപ്ഷൻ ഡി ഫിക്സഡ് അസറ്റ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. ക്യാഷുമായിട്ട് അല്ലെങ്കിൽ ക്യാഷ് മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്താണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. ക്യാഷ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫ്ലോട്ടാണുള്ളതൊക്കെ, ബില്ലിംഗ് ഫ്ലോട്ട് ഉണ്ട്, മെയിൽ ഫ്ലോട്ട്, ചെക്ക് പ്രോസസ്സിംഗ് ഫ്ലോട്ട്, ബാങ്കിങ് പ്രോസസ്സിംഗ് ഫ്ലോട്ട്. ഇതിൽ ബില്ലിംഗ് ഫ്ലോട്ട് എന്ന് പറയുന്നത് നമ്മൾ സെയിൽ ചെയ്തു, അതിനെ സെയിൽ ചെയ്തതിന് ശേഷം എത്ര ടൈമിൽ നമ്മൾ ബില്ല് കൊടുക്കുന്നു അതിനനുസരിച്ചുള്ള ക്യാഷ് കിട്ടുക. അപ്പോൾ ആ ഡിലേ ഒഴിവാക്കുക, അതിനാണ് അല്ലെങ്കിൽ ആ വരുന്ന ഡിലേക്കാണ് എന്താ ബില്ലിംഗ് ഫ്ലോട്ട് എന്ന് പറയുക. സെയിൽ ചെയ്ത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ആ ഗ്യാപ്പ്. ദെൻ മെയിൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ആ ബില്ല് മെയിൽ ചെയ്ത് നമുക്ക് കിട്ടുന്ന അതിനെയാണ് എന്താ മെയിൽ ഫ്ലോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ചെക്ക് പ്രോസസ്സിംഗ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കസ്റ്റമർ നമുക്ക് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ ടൈം പീരീഡിനെയാണ് ചെക്ക് പ്രോസസ്സിംഗ് ഫ്ലോട്ട് എന്ന് പറയുക. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് അത് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്ന ആ ഒരു ടൈം ഗ്യാപ്പ്, അതിനെയാണ് ബാങ്കിങ് പ്രോസസ്സിംഗ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഫ്ലോട്ടുകളാണ് ഉള്ളത്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ലോക്ക് ബോക്സ് സിസ്റ്റം ഈസ് യൂസ്ഡ് ടു. എന്തിനാണ് ലോക്ക് ബോക്സ് സിസ്റ്റം യൂസ് ചെയ്യുന്നതെന്ന് ക്യാഷ് മാനേജ്മെൻറ്റിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ അകത്ത് വീണ്ടും വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ റെഡ്യൂസ് ദ ചാൻസ് ഓഫ് ഡിലേ ആൻഡ് ഫ്രോഡ് ഇൻ കളക്ഷൻ പ്രോസസ് ഓഫ് ക്യാഷ് ഓർ ചെക്ക്. ഓപ്ഷൻ ബി കൺട്രോൾ ദ അൺഓതറൈസ്ഡ് വിഡ്രോവൽ ഓഫ് ക്യാഷ് ഫ്രം ക്യാഷ് ബോക്സ്. ഓപ്ഷൻ സി കൺട്രോൾ ദ അൺഓതറൈസ്ഡ് ആക്സസ് ഓഫ് ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. നമ്മൾ പറഞ്ഞു ലോക്ക് ബോക്സ് സിസ്റ്റം എന്താണ്, ക്യാഷ് കളക്ഷൻ അല്ലെങ്കിൽ ക്യാഷ് മാനേജ്മെൻറ്റുമായി റിലേറ്റ് ചെയ്താണ്. ആൻസർ റെഡ്യൂസ് ദ ചാൻസ് ഓഫ് ഡിലേ ആൻഡ് ഫ്രോഡ് ഇൻ കളക്ഷൻ പ്രോസസ് ഓഫ് ക്യാഷ് ഓർ ചെക്ക്. എന്താ ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ടു ആക്സലറേറ്റ് ദ ഫ്ലോ ഫണ്ട്. നമ്മുടെ ഫ്ലോ ഫണ്ട് ആക്സലറേറ്റ് ചെയ്യുക, കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. സിംപ്ലി ഇത്ര പറഞ്ഞാൽ എന്താണ്, നമുക്ക് തരാനുള്ള അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്ന് ക്യാഷ് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെന്താണ് ഈ പോസ്റ്റ് ഓഫീസ് പോലെ, ഇതൊക്കെ പണ്ടത്തെ സിസ്റ്റം കേട്ടോ, പോസ്റ്റ് ഓഫീസ് പോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ സ്ഥാപിക്കും, അവരതിലത് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു കളക്ഷൻ സെൻറ്റർ പോലെ. ദെൻ എന്തിനു വേണ്ടിയാണ് ഈ എലിമിനേറ്റ് ചെക്ക് പ്രോസസ്സിംഗ് ഫ്ലോട്ട്. ചെക്ക് പ്രോസസ്സിംഗ് ഫ്ലോട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ ലോക്ക് ബോക്സ് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങോട്ട് ഓർത്തിരിക്കാം.